സ്റ്റോക്ക് ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കിങ്ങാണ്. അതായത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് നല്ല കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കക്ക കാണിച്ചു തരാം. ഇതാണ് അടിപൊളി ഫ്രഷ് കക്ക. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞങ്ങളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാം അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ്. ഓൾറെഡി തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞു, ചട്ടി വെച്ചു. നല്ല കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അതിനുള്ള ചേരുവകളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതൊക്കെ ഷൈനിയുടെ സെറ്റപ്പാണ്. ഇങ്ങനെ ഇലയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും പറയുന്ന ചെറുപ്പത്തിൽ പാത്രമൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. കുമ്പിളല്ല, അതുപോലെ ഇങ്ങനെ പാത്രമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇതുപോലെ അതുകൊണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓയിലാണ് എടുക്കുന്നത്. കറിവേപ്പിലിട്ട് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം സവാള വഴറ്റിയെടുക്കണം. അപ്പൊ സവാള വഴറ്റി വരുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ പറ്റും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരുമല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഈ ടിപ്പ്. അപ്പൊ ഇത് വഴണ്ട് വരുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. സവാളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാണ്. പച്ചമുളക് നെക്സ്റ്റ് നമ്മളിപ്പോ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് 1 കിലോ ഇറച്ചിയാണുള്ളത്, കക്കയാണുള്ളത്. അപ്പം അതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി. 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പം ഇതിൽ കുറച്ച് ഓയിൽ കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇതായി വന്നിട്ടുണ്ട് മസാല. ഈ മസാല ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. എനിക്കും മസാലയുടെ നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കക്ക ഇറച്ചി ഇതിലേക്ക് ഇടാൻ പോവാണ്. യെസ്. നമ്മളുടെ കക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം.
ഇനിയിപ്പോൾ ഇത് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് വെള്ളം മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കക്ക വന്നിട്ട് പുഴുങ്ങി ക്ലീൻ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവ മസാല പിടിക്കാനുള്ള വെള്ളം വേണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഇത് ഇത്ര നേരം അടച്ചു വെക്കണം? വേകുന്നത് വരെ കാത്തിരിക്കും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത്, ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ പുഴുങ്ങി ക്ലീൻ ചെയ്ത് തൊണ്ടൊക്കെ ഇതാക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട്, പിന്നെ വളരെ ചെറിയ കക്കയാണ്. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ട വേവാൻ വേണ്ടി. നമ്മൾ വലുതൊക്കെ ആകുമ്പോഴാണ് കൂടുതലും കുക്കറിലൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചിട്ട് നമ്മൾ പാകമാക്കാറുള്ളത്. അതിന് ഒത്തിരി സമയം എടുക്കും. ഇതിന് വളരെ കുറച്ച് സമയം മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. എന്തായി നമ്മുടെ കക്ക? മസാലയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. അത് രണ്ടും മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതായിരിക്കും കുറച്ച് സമയം എടുക്കും. ഇപ്പം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇവിടെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വന്നിട്ട് തേങ്ങയാണ്. അപ്പം തേങ്ങ ചിരകിയത് അതായത് കുറച്ചേ ഉള്ളൂ. അപ്പം ഈ തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. വരെ വെയിറ്റ് ചെയ്യണം. ശരിക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടല്ലേ? വെള്ളമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കളറൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഡ്രൈ ആയിട്ടുണ്ട്, ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം അങ്ങനെ നമ്മളുടെ കക്കിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് നമുക്ക് കുറച്ച് അപ്പൊ ഞാനിവിടെ നമ്മുടെ പൊടിയങ്ങിയുടെ അല്ല, നമ്മളിവിടെ പൊടിയങ്ങിയുടെ അല്ല എന്നാ പറയാം. അതിന് കുമ്പളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴയ സ്റ്റൈല്. അടിപൊളി കക്കിറച്ചി റെഡി. അപ്പോൾ നമ്മളിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഭയങ്കര ചൂട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെയാണ് ഇതുപോലെ ഈ ഇലയിൽ കഞ്ഞിയും പയറൊക്കെ കഴിച്ചിട്ടുണ്ട്. തേങ്ങ എല്ലാം ചിരകിയിട്ടത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടാക്കിയ കാരണം കുറച്ച് നോക്കി പറയാണ്, എന്നാലും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും